നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിലെ 3, 4, 5 ഭാഗങ്ങൾ കേൾക്കാം. സ്ഥലം മാറി കിടന്നതുകൊണ്ട് ഇന്നലെ രാത്രി അവൾക്ക് ഉറക്കം കിട്ടിയില്ല. സാക്ഷി എഴുന്നേൽക്കുന്നതിന് മുൻപേ അവൾ കുളി കഴിഞ്ഞ് റൂമിലെത്തി. ഓഫീസിലെ ആദ്യത്തെ ദിവസം കാഷ്വൽ ഡ്രസ്സിൽ ഇറങ്ങാനൊരുങ്ങിയ അതിഥിയുടെ കയ്യിൽ സാക്ഷി അവളുടെ ഷെൽഫിൽ നിന്ന് ഫോർമൽ പാൻറ്റും ഷർട്ടും എടുത്തുകൊടുത്തു. ഇന്നലെ ബാഗിൽ നിന്നും ഡ്രസ്സുകളെടുത്ത് പുറത്തു വെച്ചപ്പോഴേ അവളുടെ ഫാഷൻ സെൻസ് ഒട്ടും കൊള്ളില്ലെന്ന അഭിപ്രായമാണ് സാക്ഷിക്ക്. വരുന്ന ഞായറാഴ്ച ബാക്കി പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഷോപ്പിങ്ങിന് പോകാമെന്ന് അവൾ അതിഥിയോട് ചട്ടം കെട്ടി. അവളെ ഓഫീസിലേക്കുള്ള ഊബർ കയറ്റിവിട്ട ശേഷമാണ് സാക്ഷി ഓഫീസിലേക്ക് തിരിച്ചത്. ഒരു ഓൺലൈൻ ന്യൂസ് ചാനലിൻ്റെ ഉള്ളിൽ നടക്കാനിടയുള്ള എല്ലാ തിരക്കും അവിടെയും കാണാനുണ്ട്. എല്ലാവരും നല്ല ഓട്ടത്തിലാണ്. ഓഫീസിലെ മലയാളികളെല്ലാം ഹൈദരാബാദ് ബ്രാഞ്ചിലാണെന്ന് HR ഇൻ്റർവ്യൂ സമയത്ത് തന്നെ പറഞ്ഞിരുന്നതുകൊണ്ട് പെട്ടെന്ന് കമ്പനിക്കിവിടെ ആരെയും കിട്ടാനിടയില്ലെന്ന് അവൾക്കുറപ്പായി. ടെക്നിക്കൽ ടീമിലുള്ള ശരണ്യ രാധാകൃഷ്ണൻ മാത്രമാണ് ഓഫീസിലെ ഏക മലയാളി. രാവിലെ ലിഫ്റ്റിൽ വെച്ച് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കയറി വന്നപ്പോൾ മലയാളിയാണോ എന്ന തൻ്റെ ചോദ്യം കേട്ടിട്ടും മറുപടി തരാഞ്ഞപ്പോഴേ ആ അഹങ്കാരിയുമായി ഒരു സൗഹൃദവും നടക്കില്ലെന്ന് അതിഥി മനസ്സിൽ ഉറപ്പിച്ചതാണ്. വീഡിയോ മീറ്റിംഗ് വഴി ടീമിലെ ആളുകളുമായി ചെറിയൊരു പരിചയപ്പെടൽ ഉണ്ടായത് ഒഴിച്ചാൽ ആദ്യ ദിവസം ഓഫീസിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായില്ല. പെട്ടെന്ന് ആരുടെയും കണ്ണെത്താത്ത ഒരു മൂലയ്ക്കാണ് അവളുടെ ഡെസ്ക്. ഞായറാഴ്ച ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഡെസ്കിൽ വെക്കാൻ ഒരു കലണ്ടറും കുഞ്ഞു ചെടിയും വാങ്ങിക്കണമെന്ന് ആലോചിച്ച് വെറുതെ ചാരി കിടക്കുമ്പോഴാണ് അവൻ അവളെ തട്ടി വിളിച്ചത്. മലയാളിയാണോ? ആ അതെ, മലയാളിയാണോ? പെട്ടെന്നുണ്ടായ ആവേശത്തിൽ അവൾ തിരിച്ചും ചോദിച്ചു. അല്ല, മലയാളം സംസാരിക്കുന്ന ബംഗാളിയാണ്. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യോ സോറി, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. മലയാളം കേട്ട ആവേശത്തിൽ ചോദിച്ചു പോയതാണ്. എൻ്റെ പേര് അദിതി. ആദിത്യൻ ഇവിടെ ഗ്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. വെറുതെ ഇരിക്കുവാണെങ്കിൽ വായു, ഒരു ചായ ഓഫർ ചെയ്യാം. താഴെ കടയെല്ലാം ഉണ്ടോ? ഞാൻ കണ്ടില്ലല്ലോ. ഒരു സിഗരറ്റ് കടയുണ്ട്, പേരിന് ഒരു ചായയും കിട്ടും. അവൾ അവൻ്റെ ഒപ്പം ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. രാവിലെ തന്നെ ആ ശരണ്യയ്ക്ക് മുന്നിൽ പോയി പെട്ടല്ലേ? ലിഫ്റ്റിലെ ഗ്രൗണ്ട് ഫ്ലോർ ബട്ടൺ അമർത്തുന്നതിനിടെ അവൻ ചോദിച്ചു. ആ കാര്യം ആരു പറഞ്ഞു? ഞാൻ ഇയാളെ ലിഫ്റ്റിൽ കണ്ടില്ലല്ലോ രാവിലെ. അവൾ സംശയത്തോടെ അവനെ നോക്കി. ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു തമിഴ് പയ്യനുണ്ട്, ശക്തി. മച്ചി, ഇന്നേക്ക് കാലയിലെ സമ്മ ഫൺ എന്ന് പറഞ്ഞ് ലിഫ്റ്റിലെ കഥ അവൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞു വന്ന ദിവസം അവൾ എനിക്കും നൈസായിട്ട് ഇതുപോലൊരു പണി തന്നതാ. അതുകൊണ്ട് തൻ്റെ സുഖവിവരം ഒന്ന് അന്വേഷിച്ച് കളയാം എന്ന് കരുതി. അവൻ കളിയാക്കിയ പോലെ ഒന്ന് ചിരിച്ചു. എനിക്കവളെ ഇഷ്ടായില്ല. അതിഥി പരിഭവപ്പെട്ടു. എനിക്കും. സാരമില്ല, ഒരു ദിവസം അവളെ നമ്മുടെ കയ്യിൽ കെട്ടും. അന്ന് നല്ലോണം അപമാനിച്ചു വിടാം. എന്തു പറയുന്നു? ഡീൽ. ആഹാ, ഒരാളെ ഉപദ്രവിക്കുന്ന കാര്യം പറയുമ്പോൾ എന്താ സന്തോഷം അല്ലേ? രണ്ടുപേരും പരസ്പരം നോക്കി പൊട്ടിച്ചിരിച്ചു. പോകുന്നതിന് മുൻപ് ആദി ഗ്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിലെ അവൻ്റെ സുഹൃത്തുക്കളെ അവൾക്ക് പരിചയപ്പെടുത്തി. എല്ലാ സംസ്ഥാനത്തു നിന്നുമുള്ള ആളുകളുണ്ട് അവിടെ. അവളുടെ ലിഫ്റ്റ് കഥ ഡെസ്കിൽ പാട്ടാക്കിയ ശക്തിയുമായി അവൾ പെട്ടെന്ന് കമ്പനിയായി. ആദി ഇവിടെ ജോയിൻ ചെയ്തിട്ട് 3 മാസത്തോളമായി. ഓഫീസിനടുത്ത് കൂട്ടുകാരുമായി ഫ്ലാറ്റ് എടുത്താണ് താമസം. ജോലി ഇഷ്ടമുണ്ടായിട്ടല്ല, വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് വണ്ടി കയറിയതാണ്. അവന് സിനിമാ സംവിധാനവും അഭിനയവും ഒക്കെയാണ് ഇഷ്ടം. അതാണ് ലോകം. രണ്ടുപേരുടെയും ഷിഫ്റ്റ് ഒരേ സമയമായതിനാൽ ഓഫീസിൽ നിന്നും അവർ ഒരുമിച്ചാണ് ഇറങ്ങിയത്. ബാംഗ്ലൂരിൽ എത്തിയ ശേഷം കുറച്ചു സന്തോഷത്തോടെ സംസാരിച്ചതും സമയം ചിലവഴിച്ചതുമെല്ലാം ആദിയെ കണ്ട ശേഷമാണെന്ന് അവൾക്ക് തോന്നി. വൈകിട്ട് ഡിന്നർ കഴിക്കാൻ വന്നേക്കണമെന്ന് ആൻറ്റി വിളിച്ചു പറഞ്ഞതിനാൽ രാത്രി ഭക്ഷണത്തിന് തന്നെ കാത്തു നിൽക്കേണ്ടെന്ന് സാക്ഷിക്ക് മെസ്സേജ് അയച്ച് അവൾ നേരെ ആൻറ്റിയുടെ വീട്ടിലേക്ക് ഊബർ വിളിച്ചു. ഫ്ലാറ്റിലേക്കുള്ള ചെറിയ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വെച്ചതും പട്ടികൾ ഓടി വന്ന് അവൾക്ക് ചുറ്റും കൂടി. അതേ വേഗത്തിൽ തിരിഞ്ഞോടി. ഗേറ്റ് പൂട്ടി കിതച്ചുകൊണ്ട് അവൾ ഫോണിൽ ആൻറ്റിയുടെ നമ്പർ ഡയൽ ചെയ്തു. എന്താ അമ്മു ഇങ്ങനെ കിതക്കുന്നേ? ഫോൺ എടുത്തപാടെ ആൻറ്റി പരിഭ്രമത്തോട് ചോദിച്ചു. ആൻറ്റി, ഇവിടെ നിറയെ പട്ടിയാണ്. ഇതെല്ലാം കൂടെ എന്നെ ഇപ്പോൾ കടിക്കും. എനിക്ക് പേടിയാ. ഞാൻ മേലോട്ട് വരുന്നില്ല. അതീ കിടന്ന് കുരക്കത്തേയുള്ളൂ, കടിക്കില്ല. ഒരു കാര്യം ചെയ്യേ, നീ അവിടെ എനിക്ക്, ഞാൻ താഴോട്ട് വരാം. ആൻറ്റിയുടെ ഓരം ചേർന്ന ഫ്ലാറ്റിലേക്ക് നടക്കുമ്പോൾ അവൾ ചുറ്റും നോക്കി. ആ പട്ടികൾ അവിടെ തന്നെയുണ്ട്. പക്ഷേ ഒറ്റ എണ്ണം പോലും അടുത്തേക്ക് വരുന്നില്ല. നിന്നെ പരിചയമില്ലാത്തതിൻ്റെയാണ്. നീ സ്ഥിരമായി വന്നാൽ മതി, എല്ലാവരും കമ്പനി ആയിക്കോളും. പട്ടിയെ അത്രയ്ക്ക് പേടിയാണോ? പേടിയുടെ കാര്യത്തിൽ ഈ പ്രേതത്തിന് വേണേൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ പട്ടിയും പാമ്പും നോ രക്ഷ. അവൾ ചെറിയ പേടിയോട് പറഞ്ഞു. നാട്ടിലെ അതേ രുചിയിൽ ആൻറ്റി ഉണ്ടാക്കിയ മീൻകറിയും ഉപ്പേരിയും എല്ലാം കൂട്ടി ചോറ് കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും ശാലു ട്യൂഷൻ കഴിഞ്ഞെത്തി.
ചേച്ചിക്ക് റൂംമേറ്റിനെ എല്ലാം ഇഷ്ടായോ? ബാൽക്കണിയിൽ നിന്ന് പുറത്തെ കാഴ്ചകൾ നോക്കിക്കൊണ്ടിരുന്ന അവൾക്കരികെ വന്ന് ശാലു ചോദിച്ചു. ആ, പിന്നെ നല്ല കുട്ടിയാണ് സാക്ഷി. റൂമെല്ലാം വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. ഇന്നലെ തന്നെ നല്ല കമ്പനിയായി. പഠിക്കാനും ജോലി ചെയ്യാനുമൊക്കെ എനിക്കും ഇതുപോലെ എവിടെയെങ്കിലും പോകണം. +2 കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല. അവൾ അല്പം സങ്കടത്തോടെ പറഞ്ഞു. അതെന്താ, എല്ലാവരും എങ്ങനെയെങ്കിലും ബാംഗ്ലൂർ എത്തിയാൽ മതിയെന്നാണ് പറയുന്നത്. നിനക്കെന്താ ഇവിടെ ഇഷ്ടമില്ലാത്തത്? അതൊന്നും ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. വാ, നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ അധിക നേരം നിൽക്കണ്ട. അച്ഛൻ കണ്ടാൽ ചീത്ത പറയും. അവൾ അതിഥിയുടെ കൈപിടിച്ചു. എന്തിനെ? അമ്മയുടെ കറിവേപ്പില ചെടി ചവിട്ടുമെന്ന് പേടിച്ചിട്ടാണോ? അതിഥിക്ക് കാര്യം പിടികിട്ടിയില്ല. അയ്യേ, അതല്ല. ദേ, ആ നേരെ കാണുന്ന ഫ്ലാറ്റില്ലേ, അതിൽ ഒരു 4 മലയാളി പയ്യന്മാരുണ്ട്. കഴിഞ്ഞയാഴ്ച ഞാൻ ഇവിടെ വന്ന് നിന്നപ്പോൾ എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. അത് കണ്ടാണ് അച്ഛൻ കയറി വന്നത്. പിന്നെ അവരവിടെ ഉള്ളപ്പോൾ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. ഓ, അപ്പടിയാ. അവരെന്താ നിന്നോട് ചോദിച്ചേ? അതുപോട്ടെ, പിള്ളേരെങ്ങനെ, കാണാൻ ലുക്കുണ്ടോ? അതിഥി ചെറുതായി കണ്ണീരൊക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ബെസ്റ്റ്. നല്ല ആളോടാ ഞാൻ പറഞ്ഞേ. അവർ വെറുതെ പേര് ചോദിച്ചു, അത്രയുള്ളൂ. കാണാൻ കൊള്ളാവോ എന്നൊക്കെ ചോദിച്ചാ? കൂട്ടത്തിൽ ഒരു ചേട്ടൻ കൊള്ളാം, എനിക്കിഷ്ടായി. അവൾ മുഖം തരാതെ അല്പം നാണത്തോടെ പറഞ്ഞു. എന്താണ് രണ്ടാളും കൂടെ ഒരു സ്വകാര്യം? ഈ ബാൽക്കണിയുടെ ഡോർ തുറന്നു വെച്ചാൽ കൊതുകെല്ലാം രാത്രി അകത്തു കയറും ട്ടോ. ആൻറ്റി ടേബിൾ വൃത്തിയാക്കുന്നതിനിടെ വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ബാൽക്കണി തുറന്നു വച്ചാൽ കൊതുകല്ല, വേറെ പലതും അകത്തു കയറും ട്ടോ ആൻറ്റി. അതിഥി മറുപടി പറഞ്ഞു. എൻ്റെ ചേച്ചി, ചതിക്കല്ലേ. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോട്ടെ. പിന്നെയും എന്തോ പറയാനൊരുങ്ങിയ അതിഥിയുടെ വായ ശാലു പൊത്തിപ്പിടിച്ചു. രാത്രി അങ്കിൾ വന്ന ശേഷമാണ് അതിഥി ഹോസ്റ്റലിലേക്ക് പോയത്. 10 മണി കഴിഞ്ഞാൽ സാക്ഷി ചെറുതായി വാതിൽ ചാരിയിട്ട് ഉറങ്ങാൻ കിടന്നിരുന്നു. വന്നപാടെ ഫോണുമായി അവൾ ബെഡിലേക്ക് വീണു. വന്ന മെസ്സേജിനെല്ലാം റിപ്ലൈ കൊടുത്തു. ഓഫീസിലെ പുതിയ വാട്സപ്പ് ഗ്രൂപ്പെല്ലാം ചെക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും വരാന്തയിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിരുന്നു. ഫോൺ വിളിച്ചും സംസാരിച്ചും എല്ലാവരും വരാന്തയിൽ കൂടി നിൽക്കുന്നതിനാൽ തൊട്ടടുത്ത റൂമിലുള്ളവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന പരാതി കിട്ടിയതുകൊണ്ട് 11 മണിക്ക് ശേഷം ഇപ്പോൾ വരാന്തയിലെ ലൈറ്റെല്ലാം ഓഫ് ചെയ്യണമെന്ന് വാർഡൻ ഉത്തരവിട്ട കാര്യം സാക്ഷി ഇന്നലെ പറഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു. ഈ പരാതി കൊടുത്തത് സാക്ഷി തന്നെയാവുമെന്ന സംശയം അപ്പോഴേ അതിഥിക്കുണ്ടായിരുന്നു. സാക്ഷിയുടെ അച്ഛൻ പട്ടാളത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായി റിട്ടയർ ചെയ്ത ആളാണ്. അതുകൊണ്ട് അവളുടെ വീട്ടിൽ പണ്ടേ പട്ടാള ചിട്ടയാണ്. ആ ചിട്ടയുടെ ചെറിയ ഒരു ജീൻ ഇവൾക്കും കിട്ടിയിട്ടുണ്ട്. എന്തായാലും കുളിക്കാതെ കിടക്കാൻ കഴിയില്ല. വിയർപ്പും പൊടിയും ആകെ അഴുക്കാണ്. അവൾ ബക്കറ്റെടുത്ത് വരാന്തയിലൂടെ ബാത്റൂമിലേക്ക് നടന്നു. എനിക്ക് ഫേസ്ബുക്കുമില്ല, ഇൻസ്റ്റാഗ്രാമുമില്ല. ദയവ് ചെയ്ത് നീ ഒന്ന് വിശ്വസിക്കേ. ആരാണിവിടെ മലയാളം പറയുന്നത്? 2nd ഫ്ലോറിലേക്കുള്ള കോണിപ്പടിയുടെ അടുത്തു നിന്നാണ് ശബ്ദം. അവൾ 2 അടി പിറകോട്ട് വെച്ച് ഒന്നെത്തി നോക്കി. പടികൾ കയറിയും ഇറങ്ങിയും ഫോൺ ചെയ്തുകൊണ്ടിരുന്ന പെൺകുട്ടി അതിഥിയെ കണ്ടതും ഒരു സെക്കൻഡ് സംസാരം നിർത്തി സംശയത്തോടെ നോക്കി. അവൾ തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അല്പമൊന്ന് പരുങ്ങി മറ്റെന്തോ തിരയുന്നത് പോലെ ചുറ്റും നോക്കി അതിഥി ബാത്റൂമിലേക്ക് വേഗത്തിൽ നടന്നു. മോശമായി. അവൾ എന്ത് കരുതി കാണും? അല്ല, അവൾ എന്ത് കരുതാൻ? ഞാൻ മലയാളിയാണെന്ന് അവൾക്കറിയില്ലല്ലോ. അപ്പോൾ ഫോൺ വിളിച്ചത് ഒഴിഞ്ഞുകേട്ടെന്ന് സംശയിക്കാൻ ഇടയില്ല. അല്പം ആശ്വാസത്തിൽ അതിഥി ബാത്റൂമിലെ ടാപ്പ് തുറന്നു. കുളി കഴിഞ്ഞ് സാക്ഷിയെ ഉണർത്താതെ റൂമിൻ്റെ വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറക്കാൻ ശ്രമിക്കുന്നതിനിടെ വരാന്തയിൽ നിന്നും ആരോ കരയുന്ന ശബ്ദം കേട്ട് അവൾ കയ്യിലുണ്ടായ ബക്കറ്റ് താഴെ വെച്ച് കോണിക്കടുത്തേക്ക് നടന്നു. നേരത്തെ കണ്ട അതേ പെൺകുട്ടി തന്നെയാണ്. കോണിയുടെ ഒരു മൂലയ്ക്കിരുന്ന് കാലുകൾ കൂട്ടിവെച്ച് മുഖം താഴ്ത്തി കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവളെ അതിഥി തട്ടി വിളിച്ചു. അതെ, നീ ഓക്കെയാണോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല. മുഖം പൊക്കി കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഫോൺ തപ്പിയെടുത്ത് അവൾ 2ാമത്തെ നിലയിലേക്ക് ഓടിക്കയറി. റൂമിലെത്തി ഉറങ്ങാൻ കിടന്നിട്ടും അതിഥിക്ക് ഉറക്കം വന്നില്ല. ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ല എന്നവൾക്ക് തോന്നി. റൂമിൽ പോയി കരയാൻ പറ്റാത്തത് കൊണ്ടാകും ചിലപ്പോൾ ഇവിടെ വന്നിരുന്നത്. പക്ഷേ ഒരാളിങ്ങനെ പൊട്ടിക്കരയുന്നത് കണ്ടിട്ടും ഒന്ന് അന്വേഷിക്കാതെ ആശ്വസിപ്പിക്കാതെ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഓരോന്നോർത്ത് എപ്പോഴാണ് മയങ്ങിപ്പോയതെന്ന് അവൾക്ക് ഓർമ്മയില്ല. 4. ഹലോ മാഡം, എഴുന്നേൽക്ക്. 8 മണി കഴിഞ്ഞു. തണുത്ത കൈകൾ കൊണ്ട് സാക്ഷി നെറ്റിയിൽ കൈവച്ചപ്പോഴാണ് ഉണർന്നത്. ഇന്നിനി കുളിക്കാനൊന്നും നേരമില്ല. അവൾ വേഗം ഡ്രസ്സു മാറി സാക്ഷിക്കൊപ്പം മെസ്സിലേക്ക് നടന്നു. കല്ലുപോലെ മരവിച്ച ഇഡ്ഡലി മൂങ്ങിത്തപ്പിയാലും ഒരു പച്ചക്കറി കഷ്ണം പോലും കണ്ടുകിട്ടില്ലെന്ന് ഉറപ്പുള്ള സാമ്പാറിൽ മുക്കി കഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ അതിഥിയെ തന്നെ നോക്കിക്കൊണ്ടിരുന്ന തൊട്ടടുത്തുള്ള ടേബിളിലെ പെൺകുട്ടിയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സാക്ഷി പറഞ്ഞു. വന്നു കയറി ഒരാഴ്ചയ്ക്കുള്ളിൽ ഹോസ്റ്റലിൽ ഫാൻസൊക്കെ ആയല്ലോ. അതിഥി സാക്ഷി ചൂണ്ടിക്കാട്ടിയിടത്തേക്ക് നോക്കി.
ഇന്നലെ കണ്ട അതേ പെൺകുട്ടി തന്നെ. ഇന്നലത്തെ വരാന്ത കഥയെല്ലാം വിശദമായി കേട്ട ശേഷം നീ അവളോട് പോയി ഒന്ന് സംസാരിക്കൂ, നിങ്ങൾ ഒരേ നാട്ടുകാരല്ലേ എന്ന ഉപദേശം നൽകി സാക്ഷി ഓഫീസിലേക്ക് തിരിച്ചു. ഊബറിന് കാത്തു നിൽക്കവേ തനിക്ക് മുന്നിലൂടെ ധൃതിപ്പെട്ട് നടന്നുപോയ അവളെ വിളിക്കണോ എന്ന് അതിഥി ഒരു നിമിഷം ആലോചിച്ചു. എന്തായാലും കാര്യങ്ങൾക്കൊരു തീരുമാനമാക്കാം എന്നുറപ്പിച്ച് പിറകെ ഓടി അവളുടെ കൈ കടന്നുപിടിച്ച് അതിഥി പറഞ്ഞു, അതേ, താനിന്നലെ മലയാളം സംസാരിക്കുന്നത് കേട്ടതുകൊണ്ട് വന്നു നോക്കിയതാണ്, അല്ലാതെ ശല്യപ്പെടുത്തണം എന്നു കരുതിയതല്ല. സോറി. അത് സാരല്ല, ഞാനും ഇന്നലെ നല്ല മൂഡിൽ ആയിരുന്നില്ല, അതാ ഒന്നും മിണ്ടാതെ പോയത്. എൻ്റെ പേര് ദേവിക, ഇവിടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് പഠിക്കുന്നു. കൂടുതൽ പരിചയപ്പെടുന്നതിന് മുൻപേ അതിഥിയുടെ ക്യാബ് വന്നു. വൈകിട്ട് കാണാമെന്ന് വാക്കു നൽകി അതിഥി ഓഫീസിലേക്ക് തിരിച്ചു. നീ എന്തിനാ ഫാമിലി ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചത്? ഇന്നലെ കല്യാണത്തിന് പോയപ്പോൾ എല്ലാവരും ചോദിച്ചു, ജോലി കിട്ടി വലിയ ആളായതിൻ്റെ അഹങ്കാരം ആണോ മോൾക്കിന്ന്? ക്യാബ് ഇറങ്ങി ഓഫീസിലേക്ക് നടന്നുകൊണ്ടിരുന്ന അതിഥിയോട് ഫോണിലൂടെ അമ്മ അല്പം ദേഷ്യത്തോടെ ചോദിച്ചു. രാവിലെ തന്നെ റോസാപ്പൂവും ചെമ്പരത്തിപ്പൂവും വെച്ച 10-15 ഗുഡ് മോർണിംഗ് മെസ്സേജ്. അത് പോരാത്തതിന് കൊക്കക്കോളയിൽ പുഴുവുണ്ട്, കുടിച്ചാൽ ക്യാൻസർ വരുമെന്ന് പറഞ്ഞ് വാട്സപ്പ് ഉണ്ടായ കാലത്തെ കൊട്ടക്കണക്കിന് ഫോർവേഡ് മെസ്സേജും. ഇതൊക്കെ പോട്ടെ എന്ന് വെക്കാം, രാവിലെയും ഉച്ചയ്ക്കും കഴിച്ച ഫുഡിൻ്റെ ഫോട്ടോ വരെ ഗ്രൂപ്പിലിട്ട് വെറുപ്പിക്കുന്നത് എന്തിനാ? അവളും വിട്ടുകൊടുത്തില്ല. നിനക്കിഷ്ടമില്ലെങ്കിൽ നീ മിണ്ടണ്ട, പക്ഷേ ലെഫ്റ്റ് അടിച്ചത് എന്തിനാ? അപ്പുവും ഉണ്ടല്ലോ ഗ്രൂപ്പിൽ, അവനിതൊന്നും പ്രശ്നമല്ലല്ലോ. നിന്നേക്കാൾ 2 വയസ്സ് ചെറുതാണവൻ, പക്ഷേ നല്ല വകതിരിവുണ്ട്. അത് വകതിരിവിൻ്റെ അല്ല, അവൻ എല്ലാവരെയും സുഖിപ്പിച്ച് നിർത്തണം, അതിനാണ്. അല്ലെങ്കിലും അമ്മയ്ക്ക് ഞാൻ ചെയ്യുന്നതെല്ലാം തെറ്റാണല്ലോ. അവൻ എന്തു ചെയ്താലും അതൊന്നും പ്രശ്നമല്ല. എന്നെ അമ്മ വല്ല തവിടും കൊടുത്ത് മേടിച്ചതാണോ? അവൾക്ക് പെട്ടെന്ന് സങ്കടം വന്നു. മേടിച്ചതാണേൽ ഇങ്ങനെ തലതിരിഞ്ഞതിനെ മേടിക്കാതെ നല്ലത് നോക്കി മേടിച്ചേനെ. അമ്മോ, രാവിലെ തന്നെ നീ തല്ലുകൂടാൻ വരണ്ട. ഞാൻ പറയാം ചെറിയച്ഛനോട് ഗ്രൂപ്പിൽ ആഡാക്കാൻ. പിന്നെ നിനക്ക് മെസ്സേജ് അയച്ചിട്ട് നീ റിപ്ലൈ കൊടുക്കുന്നില്ല, നിന്റെ ഫോട്ടോ ഒന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞല്ലോ ചെറിയമ്മ. ആ, കാണില്ല, ഞാൻ എല്ലാവരെയും ബ്ലോക്കാക്കിയതാ. ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഇട്ട് അപ്പം തുടങ്ങും. അമ്മൂന് സ്ലീവ്ലെസ് ചേരില്ല, മുട്ടിന് താഴെ ഇറക്കമുള്ള ഉടുപ്പിട്ടൂടെ, ലിപ്സ്റ്റിക് ഇട്ടാൽ ചുണ്ട് കറുത്തു പോകും എന്ന് തുടങ്ങി ഉപദേശം. അവർ പറയുന്നതിൽ എന്താ തെറ്റ്? നീ അമ്മ മുഴുവനാക്കുന്നതിന് മുൻപേ അവൾ ദേഷ്യത്തിൽ ഫോൺ വെച്ച് ഡെസ്കിലേക്കുള്ള ഡോർ അല്പം ദേഷ്യത്തിൽ തള്ളി തുറന്നു. കോഫിയുമായി പുറത്തിറങ്ങാൻ തുടങ്ങിയ ആദിയും ശക്തിയും അവളുടെ വരവ് കണ്ട് കുറച്ചൊന്ന് മാറി നിന്നു. രാവിലെ തന്നെ നല്ല കലിപ്പിലാണല്ലോ. അവരെ ശ്രദ്ധിക്കാതെ മുന്നിലൂടെ വേഗത്തിൽ നടന്നുപോയ അതിഥിയെ പിറകിൽ നിന്ന് വിളിച്ച് ആദി ചോദിച്ചു, അയ്യോ, ഞാൻ നിങ്ങളെ കണ്ടില്ല. വിശേഷിച്ചൊന്നുമില്ല, അമ്മയുമായി ചെറിയൊരു അടി. അത് സ്വാഭാവികം. എന്തായാലും ലഞ്ചിന് വായോ, ഞാൻ ഒരു മലയാളി ഹോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് അവിടെ നിന്ന് ഫുഡ് വാങ്ങാം. ഓക്കെ, സെറ്റ്, വന്നേക്കാം. അവൾ വേഗത്തിൽ തിരിച്ചു ഡെസ്കിലേക്ക് നടന്നു. ആദ്യ ദിവസം വെറുതെ ഇരുന്നത് കൊണ്ടാകാം ഇന്ന് ശ്വാസം വിടാൻ പോലും സമയമില്ലാത്ത വിധം പണിയായിരുന്നു. വൈകിട്ട് ചായ കുടിക്കാൻ അവളും ആദിയും ശക്തിയും കൂടെ പുറത്തിറങ്ങി. നീ എന്താ സിഗരറ്റ് വലിക്കാത്തേ? മാറി നിന്ന് പുകവലിച്ചു കൊണ്ടിരുന്ന ശക്തിയെ നോക്കി അതിഥി ആദിയോട് ചോദിച്ചു. ഞാൻ വലിക്കൂലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. വലിയും കുടിയുമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ നിർത്തി. വളരെ നല്ല കാര്യം. എന്താ നിർത്തിയേ? അത് ഒരു തരം ആഡംബരമാണെന്ന് തോന്നി. അതെന്താ? ഒരു മനുഷ്യന് ബേസിക്കായി ജീവിക്കാൻ വേണ്ടത് ഭക്ഷണമാണ്. അത് മര്യാദയ്ക്ക് കിട്ടിയാൽ മാത്രമേ ബാക്കി എന്തിനെക്കുറിച്ചും ആലോചിക്കാൻ പോലും കഴിയൂ. നിനക്കെന്താ ഭക്ഷണത്തിന് കുറവ്? ഉച്ചയ്ക്ക് പൊറോട്ടയും ബീഫും വെട്ടി വിഴുങ്ങുന്നത് കണ്ടല്ലോ. അവൾ അവനെ ചൂടാക്കാൻ പറഞ്ഞു. നിനക്കിപ്പോൾ എന്താ വേണ്ടേ? ഞാൻ സിഗരറ്റ് വലിക്കണോ? ആദി അല്പം കടുപ്പിച്ച് ചോദിച്ചു. എനിക്ക് വേണ്ടി നീ കഷ്ടപ്പെട്ട് വലിക്കൊന്നും വേണ്ട, എന്നാലും ഈ വയസ്സിൽ അത് പെട്ടെന്ന് വേണ്ടാന്ന് വെക്കാനുള്ള കാരണം അറിയാനുള്ള ആകാംക്ഷ കൊണ്ട് ചോദിച്ചതാണ്. പൊതുവെ ആമ്പിള്ളേര് അടിച്ചു പൊളിക്കുന്നത് ഇതൊക്കെ വെച്ചിട്ടാണല്ലോ. എല്ലാ ആൺകുട്ടികളും അങ്ങനെയാണോ? അവൻ ഒരു സംവാദത്തിന് തയ്യാറായി. ഞാൻ കണ്ടിട്ടുള്ള കുറേയൊക്കെ അങ്ങനെ തന്നെ. അവളും വിട്ടുകൊടുത്തില്ല. എന്നാൽ അങ്ങനെയല്ലാത്ത ആൾക്കാരും ഉണ്ട്. ജീവിതത്തിൽ എല്ലാവർക്കും എല്ലാം ഒരുപോലെ കിട്ടണം എന്നില്ലല്ലോ. നിനക്കെന്താ കിട്ടാതെ പോയേ? വല്ല പ്രണയനഷ്ടമാണോടാ? അവൻ ദേഷ്യപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും അവൾ ചോദിച്ചു. ഞാനൊന്നും പറഞ്ഞില്ല, നീ വന്നേ, എനിക്ക് പോയിട്ട് പണിയുണ്ട്. അവളോട് തർക്കിച്ചിട്ട് പ്രയോജനമില്ലെന്ന് തോന്നി ചായയുടെ കാശ് കൊടുത്ത് അവൻ വലിച്ചു തീർന്ന സിഗരറ്റ് കുറ്റി ഊതി വീണ്ടും പുകവരുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ശക്തിയുടെ കയ്യിൽ നിന്നും അത് പിടിച്ചു വാങ്ങി ദൂരെ എറിഞ്ഞ് അവനെയും കൂട്ടി ഓഫീസിലേക്ക് നടന്നു. മച്ചി സെമ്മ കടുപ്പത്തിലിരിക്കേ, നീ എന്നെ പണ്ണേ? അവൻ്റെ പിറകിൽ വേഗത്തിൽ നടന്നുകൊണ്ടിരുന്ന ശക്തി ശബ്ദം താഴ്ത്തി അതിഥിയോട് ചോദിച്ചു. ഞാനൊന്നും ചെയ്തില്ല, അവന് കളഞ്ഞിട്ട് പോയ കുട്ടിയെ ഓർമ്മ വന്നു പെട്ടെന്ന്. അവൾ ചിരിയടക്കി അല്പം സീരിയസായി പറഞ്ഞു. അപ്പടിയാ, ഞാനും നനച്ചേ, പാവമില്ലയാ. ശക്തിക്ക് ചെറിയ വിഷമം തോന്നി. പാവമൊക്കെ തന്നെ, വായപൂട്ടി മിണ്ടാതെ ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രം. അതിഥിയും ശക്തിയും ആദി കേൾക്കാതെ അടക്കി ചിരിച്ചു.
വൈകിട്ട് നേരത്തെ ഹോസ്റ്റലിലെത്തി കുളി കഴിഞ്ഞ് ലയയുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ കൊട്ടുകേട്ട് അവൾ വാതിൽ തുറന്നു. ദേവികയാണ്. കയ്യിലൊരു കവറുമുണ്ട്. ലയയോട് കുറച്ചു കഴിഞ്ഞ് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് അവൾ ദേവികയെ അകത്തേക്ക് ക്ഷണിച്ചു. ഈ മുറി നല്ല വൃത്തിയുണ്ടല്ലോ. സാക്ഷിയുടെ ബെഡിൽ വന്നിരുന്ന് ചുറ്റും നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. എല്ലാ ക്രെഡിറ്റും സാക്ഷിക്കാണ്. അതിഥി അല്പം അഭിമാനത്തോടെ പറഞ്ഞു. ആണോ? ആ ചേച്ചിയുടെ കൂടെ എങ്ങനെയാണ് താമസിക്കുന്നത്? വേണമെങ്കിൽ വാർഡനോട് പറഞ്ഞാൽ മുറി വേറെ കിട്ടും ട്ടോ. ദേവിക സഹതാപത്തോടെ അവളെ നോക്കി. ഞാൻ ഇവിടെ 2 ആഴ്ചയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറും. പക്ഷേ നീ എന്താ അങ്ങനെ ചോദിച്ചേ? ആ ചേച്ചി പൊതുവെ ഇവിടെ ആർക്കും വലിയ താല്പര്യമില്ല. ഒരാളോടും മിണ്ടില്ല. എപ്പോഴും മുഖം കനപ്പിച്ചാണ് നടത്തം. പിന്നെ വാർഡനോട് കംപ്ലൈൻറ്റ് ചെയ്ത് വരാന്തയിലെ ലൈറ്റ് ഓഫ് ചെയ്യിപ്പിച്ചതും പുള്ളിക്കാരിയാണെന്നാണ് ഇവിടെ സംസാരം. അവളൊരു സ്വകാര്യമെന്നോണം ശബ്ദം താഴ്ത്തി പറഞ്ഞു. ആ സംശയം എനിക്കും ഇല്ലാതില്ല. പക്ഷെ നീ കരുതുന്ന പോലെ ആളൊരു പാവമാണ്. പിന്നെ ലേശം വൃത്തിയും വെടിപ്പും അടുക്കും ചിട്ടയുമൊക്കെ കൂടുതൽ ആണെന്നേയുള്ളൂ. അതിഥി അവളെ തിരുത്താൻ ശ്രമിച്ചു. പക്ഷെ അതെന്തോ അവൾക്കത്ര വിശ്വാസമായില്ല. കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയപ്പോൾ അമ്മ കൊടുത്തുവിട്ട ഉണ്ണിയപ്പം ദേവിക അതിഥിക്ക് നേരെ നീട്ടി. ഇന്നലത്തെ വഴക്കൊക്കെ കഴിഞ്ഞോ? മുറിക്കു ചുറ്റും നടന്നുകൊണ്ടിരുന്ന ദേവികയെ നോക്കി അവൾ ചോദിച്ചു. അതങ്ങനെയൊന്നും കഴിയില്ല. അവൻ എപ്പോഴും സംശയമാണ്. അവൾ മടിച്ചു പറഞ്ഞു. ഈ അവൻ ആരാണെന്ന് അവൾ പറയാതെ തന്നെ അതിഥി ഊഹിച്ചു. ഞാൻ ചേച്ചി എന്ന് വിളിക്കാം അല്ലേ? ദേവിക അവൾക്കരികെ വന്നിരുന്നു കൊണ്ട് ചോദിച്ചു. ആ, നിനക്കിഷ്ടമുള്ളതുപോലെ വിളിച്ചോളൂ. എനിക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും എല്ലാം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അവനതിൻ്റെ എല്ലാം പാസ്വേഡ് ചോദിച്ചു. പിന്നെ സ്നേഹിക്കുന്നവരാകുമ്പോൾ അങ്ങനെയൊക്കെയല്ലേ? ഞാൻ കൊടുക്കുകയും ചെയ്തു. അന്ന് രാത്രി മുഴുവൻ 1 വർഷം മുന്നേയൊക്കെ ചെയ്ത ചാറ്റും കുത്തിപ്പൊക്കി ഇതൊക്കെ ആരാ എന്നുള്ള ചോദ്യം ചെയ്യലായിരുന്നു. നമ്മൾ പണ്ടൊക്കെ എത്ര പേരോട് സംസാരിച്ചിട്ടുണ്ടാകും? അതൊക്കെ ഓർത്തു വെക്കാൻ കഴിയോ? എൻ്റെ മണ്ടത്തരം. ഞാൻ അതൊക്കെ ഡിലീറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഒടുവിൽ ഞാൻ എല്ലാ ആപ്പും അങ്ങ് ഡിലീറ്റ് ചെയ്തു കളഞ്ഞു. മനസ്സമാധാനം വേണ്ടേ? അവൾ അല്പം ദേഷ്യത്തോടെയും വിഷമത്തോടെയും പറഞ്ഞു. അവന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്നുമില്ലേ? ആ, ഉണ്ടല്ലോ. നീ അതിൻ്റെ പാസ്വേഡ് ചോദിച്ചില്ലേ? എനിക്കെന്തിനാ അവൻ്റെ പാസ്വേഡ്? ഇനി വല്ലതും ചോദിച്ചാൽ തന്നെ നിനക്കെന്നെ വിശ്വാസമില്ലല്ലേ എന്ന് പറഞ്ഞ് 2 ദിവസം മിണ്ടാതിരിക്കും. അപ്പോൾ അവനെന്തിനാ നിൻ്റെ പാസ്വേഡ്? അവന് നിന്നെ വിശ്വാസമില്ലേ? അതിഥി എടുത്തടിച്ച പോലെ ചോദിച്ചു. ഒരു നിമിഷം ദേവിക എന്തു പറയണമെന്നറിയാതെ നിശബ്ദയായി. എനിക്കറിയില്ല ചേച്ചി. പക്ഷേ എന്നെ വലിയ കാര്യമാണ്. കോളേജിൽ ചേർന്ന ഫസ്റ്റ് ഇയർ മുതൽ എൻ്റെ പിറകെ തന്നെ ആയിരുന്നു. അവസാനം ഈ വർഷമാണ് ഞാൻ യെസ് പറഞ്ഞേ. കോളേജിൽ എല്ലാവർക്കും ഞങ്ങളുടെ റിലേഷൻ കാണുമ്പോൾ ചെറിയ അസൂയയൊക്കെയുണ്ട്. അവനാണെങ്കിൽ സ്പോർട്സിൽ എപ്പോഴും ഫസ്റ്റാണ്. എനിക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യും. പിന്നെ നമ്മൾ സ്നേഹിക്കുന്ന കുട്ടി പണ്ട് ആൺകുട്ടികളോട് ചാറ്റ് ചെയ്തതൊക്കെ കാണുമ്പോൾ ആർക്കായാലും ലേശം പൊസസീവ്നെസ് ഉണ്ടാകില്ലേ? അത്രയേ ഉള്ളൂ. പണ്ടത്തെ ചാറ്റിൽ ഒരു ഹായ് ബൈ ഒക്കെ ഉള്ളുവെങ്കിലും ആൺകുട്ടികൾക്ക് അതൊക്കെ വലിയ കാര്യമല്ലേ? അതിൻ്റെയാ. അവൻ ആള് പാവാ. എന്നെ വലിയ ഇഷ്ടാ. അവളോട് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അതിഥിക്ക് മനസ്സിലായി. അവൾ സംസാരം ഹോസ്റ്റലിലെ ഫുഡിലേക്കും നാട്ടിലെ വിശേഷങ്ങളിലേക്കും വഴിതിരിച്ച് വിട്ടപ്പോഴേക്കും സാക്ഷിയെത്തി. അവളെ കണ്ടതും ദേവിക ബൈ പറഞ്ഞ് മുറിവിട്ടു. അവൾ എന്താ പെട്ടെന്ന് പോയതെന്ന് സാക്ഷി സംശയത്തോട് ചോദിച്ചു. നിന്നെ പേടിച്ചിട്ടാണെന്ന് പറഞ്ഞപ്പോൾ സാക്ഷിക്ക് ചിരി വന്നു. നിന്റെ ഈ നടപ്പും വൃത്തിയും ഒന്നും ആൾക്കാർക്ക് പിടിക്കാഞ്ഞിട്ടാകുമെന്ന് അതിഥി കളിയാക്കി. പിന്നെ ഹോസ്റ്റലിൽ മൊത്തം നീയാണ് വരാന്തയിലെ ലൈറ്റ് വിഷയം വാർഡൻ്റെ ചെവിയിൽ എത്തിച്ചതെന്ന ഒരു സംസാരമുണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും മുഖം വീർപ്പിച്ച് അവൾ കുളിക്കാൻ പോയി. ഒരു മിഠായി കടലാസ് 5 മിനിറ്റ് മേശപ്പുറത്ത് കണ്ടാൽ പോലും സാക്ഷി മുഖം വീർപ്പിക്കും. പൗഡർ ടിന്ന് വച്ച സ്ഥലത്തു നിന്നും കുറച്ചൊന്ന് സ്ഥാനം മാറിയാൽ, ബെഡ്ഷീറ്റിൽ ഒരു ചെറിയ ചുളിവ് വീണാൽ എല്ലാം അവൾക്ക് പ്രശ്നങ്ങളാണ്. എന്തായാലും അധികകാലം ഇവൾക്കൊപ്പം ജീവിച്ചു പോകാനാകില്ലെന്ന നല്ല ബോധം അതിഥിക്കുണ്ട്. പക്ഷേ ഒരു 2 ആഴ്ചയൊക്കെ പല്ലുകടിച്ച് സഹിക്കാവുന്നതേ ഉള്ളൂ എന്നവൾ മനസ്സിലോർത്തു. രാവിലെ ഓഫീസിലെ തിരക്കും രാത്രി സാക്ഷിയുടെ ക്ലീനിങ് ക്ലാസ്സുമെല്ലാമായി ഒരാഴ്ച പെട്ടെന്ന് കടന്നുപോയി. ഞായറാഴ്ചയെങ്കിലും വെറുതെ ഇരിക്കാമെന്ന് കരുതിയ അതിഥിയെ നിർബന്ധിച്ച് സാക്ഷി ഷോപ്പിങ്ങിന് വിളിച്ചു കൊണ്ടുപോയി. ബാംഗ്ലൂരിലെ അറിയപ്പെടുന്ന ഷോപ്പിംഗ് സ്ഥലമാണ് കൊമേഴ്സ്യൽ സ്ട്രീറ്റ്. ബാംഗ്ലൂരിൽ വരുന്ന ഒരുവിധം എല്ലാവരും ഇവിടെയൊന്ന് കയറാതെ പോകാൻ ഇടയില്ല. ഇതിനുള്ളിൽ കയറിയാൽ തിരിച്ചുള്ള വഴി കണ്ടുപിടിക്കാൻ പാടാണ്. അത്രയ്ക്ക് ഇടവഴികളും ഷോപ്പുകളുമുണ്ട് ഇവിടെ. അശ്വിനിക്കും സാക്ഷിക്കും ഇവിടെ വന്ന് നല്ല ശീലമായതിനാൽ അതിഥി അവരുടെ കൈപിടിച്ച് പിറകെ നടന്നു. ഏറ്റവും വിലക്കുറവിലും നല്ല വിലയുള്ളതുമായ ഐറ്റംസ് ഇവിടെ കിട്ടും. സാക്ഷി അതിഥിക്ക് ഓഫീസിലിടാൻ ഒരുപാട് ഡ്രസ്സ് സെലക്ട് ചെയ്തു. ഒരു കടയിൽ ഡിസ്പ്ലേക്ക് വെച്ച ഉടുപ്പ് അതിഥിക്ക് നന്നേ ബോധിച്ചു.
അശ്വിനിയുടെ കൈവിട്ട് അവൾ അതിൻ്റെ വില നോക്കാൻ ഓടിപ്പോയി. റേറ്റ് കണ്ട് അന്തം വിട്ടുനിന്ന അതിഥിയെ സാക്ഷി പറയാതെ പോയതിന് ചീത്ത പറഞ്ഞ് അവിടെ നിന്നും വലിച്ചു കൊണ്ടുപോയി. സാക്ഷിക്ക് മോതിരങ്ങളുടെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അവിടെ കണ്ട എല്ലാ കടയിലും കയറി മോതിരം ഇട്ടു നോക്കി ഒട്ടുമിക്കതും വാങ്ങിച്ചിട്ടാണ് തിരിച്ചു വന്നത്. മോതിരമിടാൻ വിരലിൽ സ്ഥലമില്ലാതെയായപ്പോൾ അവൾ കയ്യിലുണ്ടായിരുന്ന ഡയമണ്ടിൻ്റെ മോതിരം ഊരി അതിഥിയുടെ ബാഗിലിട്ടു. ഓടി നടന്ന് സാധനങ്ങൾ വാങ്ങിച്ച സാക്ഷിയെ അവൾ ഒരുവിധം പിടിച്ചു നിർത്തി. പുറത്തുനിന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് വൈകുന്നേരമായപ്പോഴാണ് ഹോസ്റ്റലിലേക്ക് തിരിച്ചത്. ഷോപ്പിങ്ങും കറക്കവുമെല്ലാം കഴിഞ്ഞ് അതിഥി റൂമിലെത്തിയപ്പോഴേക്കും രാത്രിയായി. കുളി കഴിഞ്ഞ് അവൾ ഡയറിയെടുത്തു. 5. 14/2/2017. പ്രിയപ്പെട്ട മഹാദേവ്, ഈ നഗരത്തിൽ ഞാൻ ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ഒപ്പമിരിക്കാൻ ഇത്രയും പേർ കൂടെയുണ്ടായിട്ടും എന്താണ് ഇത്രമേൽ ഏകാന്തത എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. ഓഫീസിൽ ആദിയും ശക്തിയുമൊക്കെ നല്ല കൂട്ടാണ്. ഹോസ്റ്റലിലും വലിയ കുഴപ്പങ്ങളില്ല. പക്ഷേ എനിക്കാരെയും വിശ്വസിക്കാനോ മനസ്സ് തുറന്ന് സ്നേഹിക്കാനോ കഴിയാത്ത പോലെ അവരെന്നോട് കാണിക്കുന്ന അടുപ്പവും സ്നേഹവും ഒന്നും തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. സ്നേഹിക്കുന്നവരൊക്കെ ഒരിക്കൽ പുതിയ തുരുത്തു തേടി പോകുമെന്ന് എനിക്കുറപ്പാണ്. അന്നുണ്ടാകുന്ന ശൂന്യതയെ നികത്താൻ കഴിയില്ലെന്ന് പേടിച്ചിട്ടാകാം ഒരു പക്ഷേ ഞാനിങ്ങനെ, അല്ലെങ്കിൽ നീ വന്ന് കൈപിടിക്കുമ്പോൾ അവസാനിപ്പിച്ച് ഇറങ്ങി വരാൻ പാകത്തിലുള്ള ബന്ധങ്ങൾ മതിയെന്ന് തോന്നലാകാം. അറിയില്ല. പിന്നെ എന്നത്തെയും പോലെ അമ്മയുമായി കഴിഞ്ഞയാഴ്ച വഴക്കായിരുന്നു. എനിക്കറിയില്ല എന്താണ് അമ്മ ഒരിക്കലും എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കാത്തതെന്ന്. പുതിയൊരു നഗരത്തിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ, വിട്ടുവീഴ്ചകളെക്കുറിച്ച് ഒരിക്കൽ പോലും അമ്മയോ അച്ഛനോ ചോദിച്ചിട്ടില്ല. അവർക്ക് ഫാമിലി ഗ്രൂപ്പിൽ നിന്നും ഞാൻ ലെഫ്റ്റ് അടിച്ചതാണ് വലിയ കാര്യം. മക്കൾ മാതാപിതാക്കളെ മനസ്സിലാക്കണമെന്നൊക്കെ പറയുന്ന പോലെ ഇടയ്ക്കൊക്കെ അവർക്ക് നമ്മളെയും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചൂടെ? ഞാൻ ഇവിടെ ഹാപ്പിയാണോ എന്ന് ഒരിക്കലെങ്കിലും ചോദിച്ചൂടെ? താമസവും ജോലിയും ശരിയായാൽ ബാക്കിയെല്ലാം ഓക്കെ ആയി എന്നാണോ? നിനക്കെങ്കിലും എന്നെ മനസ്സിലാവുന്നുണ്ടോ ദേവ്? വെറുതെ ഇരിക്കുന്ന ഓരോ നിമിഷവും 1000 ചോദ്യങ്ങളാണ് മനസ്സിൽ. ജോലി ചെയ്ത് ജീവിക്കുക എന്നതിൽ പരം എനിക്കിനി ജീവിതത്തിൽ വേറെ ചെയ്യാനൊന്നുമില്ലേ? ഇത്രയും കാലം ഉണ്ടായ ജീവിതം മുഴുവൻ ഈ ഒരു പോയിന്റിൽ വന്ന് അനങ്ങാതെ നിൽക്കുന്ന പോലെ തോന്നുന്നു. നേടാനും പൂർത്തിയാക്കാനും ഇനിയൊന്നുമില്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് നടക്കേണ്ടത്? എനിക്കിപ്പോൾ തന്നെ മടുത്തു തുടങ്ങി. എല്ലാ മനുഷ്യർക്കും ഇങ്ങനെ തന്നെ ആകുമോ? മുന്നോട്ടുള്ള എല്ലാ ദിവസങ്ങളും ഒരുപോലെ സമ്പാദിക്കുന്നു, ചിലവഴിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, വീണ്ടും ഇതുതന്നെ. നിനക്ക് എൻ്റെ സംസാരം കേട്ട് ബോറടിക്കുന്നുണ്ടോ? എൻ്റെ അലക്ഷ്യമായ ചിന്തകളിൽ ഞാൻ നിന്നെ ഒരുപാട് പിടിച്ചിരുത്തുന്നില്ല. ഹോസ്റ്റലിൽ വേറെയൊരു മലയാളി കുട്ടിയെ കൂടി പരിചയപ്പെട്ടു. എനിക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് അവർ പ്രണയത്തെ ചേർത്ത് വെക്കുന്നതെന്ന്. ഇഷ്ടപ്പെടുന്ന ആൾ ചെയ്യുന്ന എല്ലാത്തിനെയും സ്നേഹത്തിൻ്റെ നിറം നൽകി സ്വയം തെറ്റുകാരിയായി അവനെ ന്യായീകരിക്കാൻ അവൾക്ക് എങ്ങനെ കഴിയുന്നു? അവൾ പണ്ട് ആരോടൊക്കെ സംസാരിച്ചാലും അത് ചികഞ്ഞു നോക്കാനോ അതു കാരണമായി കണ്ട് അവളെ കുറ്റപ്പെടുത്താനോ ലോകത്തൊരാൾക്കും അർഹതയില്ലെന്നും മറ്റൊരാളുടെ സ്വകാര്യതയിൽ പോലും കൈകടത്തി സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതിനെ പ്രണയമെന്ന് വിളിക്കരുതെന്നും ഞാൻ എങ്ങനെയാണ് അവളോട് പറയേണ്ടത് ദേവ്? പ്രണയം ഒരുതരം കൺകെട്ടുകളിയാണ്. ചുറ്റുമുള്ള സ്നേഹത്തിൻ്റെ ശബ്ദങ്ങൾ മാത്രം തേടി നടന്ന് ഒടുവിൽ കണ്ണിലെ കെട്ടഴിക്കുമ്പോൾ ബാക്കിയാവുന്നത് കനത്ത ഇരുട്ടും സ്വയം നഷ്ടപ്പെടുത്തിയ നമ്മളും മാത്രമാകും. എനിക്കാരെയും തേടി പോകണ്ട. ഞാൻ ഇവിടെ എൻ്റെ ഈ ചെറിയ ലോകത്ത് കാത്തിരുന്നോളാം. ലോകത്തിൻ്റെ ഏതു കോണിലാണെങ്കിലും നീ വരുമെന്ന് എനിക്കുറപ്പാണ്. പ്രതീക്ഷയുടെ അതിഥി. എന്താണെന്ന് രാവിലെ തന്നെ പതിവില്ലാത്ത ഒരു സന്തോഷം. ഇസ്തിരിപ്പെട്ടിയെടുക്കാൻ റൂമിൽ വന്ന അശ്വിനിയെ സംശയത്തോടെ നോക്കി സാക്ഷി ചോദിച്ചു. ഞാൻ ഇന്നും ഇങ്ങനെ തന്നെയാണല്ലോ. നിനക്കിപ്പോൾ പുതിയ റൂംമേറ്റ് വന്നതിൽ പിന്നെ എന്നെ ശ്രദ്ധിക്കാനൊന്നും സമയമില്ലല്ലോ. അതുകൊണ്ട് തോന്നുന്നതാണ്. സാരമില്ല, അടുത്ത ആഴ്ച ഇവൾ റൂം മാറുമ്പോൾ നീ എൻ്റെ അടുത്ത് തന്നെ വരണം കേട്ടോ, അശ്വിനി ലേശം ഗൗരവത്തോട് പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നുമില്ല. സാക്ഷിക്ക് നിന്നെയാണ് കൂടുതൽ ഇഷ്ടം. താൻ കാരണം അവർക്കിടയിൽ ഒരു പ്രശ്നം വേണ്ടെന്നു കരുതി മുടി കെട്ടിക്കൊണ്ടിരുന്ന അതിഥി അശ്വിനിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അതിഥി, നീ ഒന്നും മിണ്ടാതിരിക്കെ. ഇത് അവൾ വിഷയം മാറ്റുന്നതാ. ഞാനിവളെ കാണാൻ തുടങ്ങിയിട്ട് വർഷം 2 നീ പറ, എന്ത് ലോട്ടറിയാണ് അടിച്ചത്? ഡോർ തുറന്ന് പുറത്തിറങ്ങിയ അശ്വിനിയെ വീണ്ടും റൂമിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് സാക്ഷി ചോദിച്ചു. ഒരു ചെറിയ ലോട്ടറി അടിച്ചുവെന്ന് കൂട്ടിക്കോ. എൻ്റെയും ഗണേഷിൻ്റെയും കാര്യം വീട്ടിൽ സമ്മതിച്ചു. അടുത്ത മാസം നിശ്ചയം നടത്താമെന്നാണ് പറയുന്നത്. ഓ മൈ ഗോഡ്, ഇത്രയും അടിപൊളി ന്യൂസ് ഉണ്ടായിട്ട് നീ എന്താ എന്നോട് പറയാത്തത്? സാക്ഷി അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ച് കവളിൽ ഉമ്മ വെച്ചു. കാര്യമായി ഒന്നും മനസ്സിലായില്ലെങ്കിലും അശ്വിനിക്ക് കല്യാണം ഉറപ്പിച്ചെന്ന് മനസ്സിലായപ്പോൾ അതിഥിക്കും സന്തോഷമായി. എനിക്കെല്ലാം വിശദമായി കേൾക്കണം. ഇന്ന് ഓഫീസ് കഴിഞ്ഞ് വേഗം വന്നേക്കണം. നമുക്ക് പുറത്തു പോകാം. നിന്റെ ചിലവാണ്.
അതെല്ലാം ചെയ്യാം, പക്ഷേ ഇന്ന് പറ്റില്ല. വൈകുന്നേരം ഗണേഷ് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ദിവസമില്ലല്ലോ, ഒരുക്കങ്ങളൊക്കെ ഒരുപാടില്ലേ. ആഹാ, കല്യാണം ഉറപ്പിച്ചപ്പോൾ തന്നെ നിന്നെ കാണാൻ കിട്ടാതെയായല്ലോ. ശരി, എല്ലാം വേഗം സെറ്റാക്കി ഫ്രീ ആയിട്ട് നമുക്ക് പോകാം. പോകാൻ നേരം സാക്ഷി ഒന്നുകൂടെ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. അശ്വിനിയുടേത് ലവ് മാരേജ് ആണോ? അവൾ പോയപ്പോൾ അതിഥി ചോദിച്ചു. ലവ് ആണോന്നോ? 9 വർഷത്തെ മുടിഞ്ഞ പ്രേമമാണ്. 9 വർഷമോ? അതിഥിക്ക് വിശ്വസിക്കാനായില്ല. അവളെ കണ്ടാൽ പറയില്ലാട്ടോ പ്രണയമുണ്ടെന്ന്. ഈ പ്രണയമുള്ളവരെ കണ്ടാൽ എങ്ങനെയിരിക്കും? സാക്ഷി ചോദിച്ചു. അതല്ലടോ, അവളങ്ങനെ ഫോൺ വിളിച്ചു നടക്കുന്നതൊന്നും കാണാറില്ല. അവൻ്റെ വീട് ഇവിടെ അടുത്താണ്, അവർ എപ്പോഴും കാണാറുണ്ട്. പിന്നെ പ്രണയം മാത്രമാണോ ജീവിതം? അവൾക്ക് വേറെയും കാര്യങ്ങളില്ലേ? പയ്യൻ എങ്ങനെ? അടിപൊളിയാണോ? ഈ 9 വർഷം എന്നൊക്കെ പറഞ്ഞാൽ അവൾ 17 വയസ്സിൽ പ്രേമിച്ചു തുടങ്ങിയോ? ഇല്ല, അവർ കോളേജ് റൊമാൻസ് ആണ്. അപ്പോൾ അശ്വിനിക്കിപ്പോൾ എത്ര വയസ്സുണ്ട്? അതിഥിക്ക് വീണ്ടും സംശയം. ഇപ്പോൾ ഒരു 29 കാണും. നീ എന്താ, അവൾക്ക് വേറെ കല്യാണം നോക്കുന്നുണ്ടോ? സാക്ഷി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എൻ്റെ അമ്മേ, 29 വയസ്സോ? ഞാൻ കരുതി അവൾക്ക് എൻ്റെ പ്രായമാണെന്ന്. കുഞ്ഞി കുട്ടിയെപ്പോലെ ഇരിക്കുന്നു. അപ്പോൾ നിന്നേക്കാൾ മൂത്തതാണല്ലേ? കണ്ടാൽ പറയില്ലാട്ടോ. എന്നെ കണ്ടാൽ അപ്പോൾ പ്രായം തോന്നിക്കുമെന്നല്ലേ? സാക്ഷി മുഖം ചുളിച്ചു. അതെ, നിന്നെ പെട്ടെന്ന് കണ്ടാൽ ഒരു 10-30 പറയും. പിന്നെ സൂക്ഷിച്ചു നോക്കിയാൽ ഒരു 35, അതിൽ കൂടുതൽ പറയില്ല. ആണോ? എന്നാൽ നിങ്ങൾ പ്രായം കുറഞ്ഞവർ തന്നെ വന്ന് ഇത് കട്ട് ചെയ്തേക്ക്. എനിക്ക് വയസ്സായി, ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതിഥിക്ക് കൊണ്ടുപോകാൻ ആപ്പിൾ തോൽക്കളഞ്ഞുകൊണ്ടിരുന്ന സാക്ഷി അത് ടേബിളിൽ വെച്ച് മുഖം വിറപ്പിച്ച് മെസ്സിലേക്ക് നടന്നു. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് സാക്ഷിയെ ദേഷ്യം പിടിപ്പിക്കാൻ അതിഥിക്ക് നല്ല ഇഷ്ടമാണ്. ദേഷ്യം വരുമ്പോൾ അവളുടെ മുഖമെല്ലാം ആപ്പിൾ പോലെ ചുവന്നു തുടുക്കും. അവൾക്ക് നേപ്പാളി ചായയുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ 2 ദിവസത്തേക്ക് മിണ്ടാതെ ഇരിക്കാൻ വേറെ കാരണങ്ങൾ വേണ്ട. അതിഥി ആപ്പിൾ കട്ട് ചെയ്ത് ബാഗിലാക്കി മെസ്സിലേക്ക് ഓടി. ബ്രെഡും ഓംലെറ്റുമാണ് ബ്രേക്ക്ഫാസ്റ്റ്. ശുദ്ധ വെജിറ്റേറിയൻ ആയതിനാൽ ബട്ടറും കൂട്ടി പാൽച്ചായയിൽ മുക്കി ബ്രെഡ് കഴിച്ചു കൊണ്ടിരുന്ന സാക്ഷിക്കടുത്ത് വന്നിരുന്ന് അതിഥി വീണ്ടും സംസാരത്തിന് തുടക്കമിട്ടു. അശ്വിനി എന്താ ഇത്രയും വൈകിയെ കല്യാണം കഴിക്കാൻ? അവർ രണ്ടുപേരും കാസ്റ്റ് വേറെയാണ്. അവൻ്റെ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവളുടെ വീട്ടിൽ നല്ല വാശിയായിരുന്നു. അവർ ഇവളെക്കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാനെല്ലാം ശ്രമിച്ചു. പക്ഷെ ഇവളാണെങ്കിൽ കെട്ടുവാണെങ്കിൽ ഇവനെ മാത്രം, അല്ലെങ്കിൽ കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് ഒരിരുപ്പിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞാലും ഇവർ താനും തെറ്റിപ്പിരിയുമെന്ന് വീട്ടുകാരും കരുതി. പിന്നെ ഇവൾക്കിപ്പോൾ 29 വയസ്സ് കഴിഞ്ഞപ്പോൾ വേറെ വഴിയില്ലാതെ സമ്മതിച്ചു കാണും. കൊള്ളാംലേ, അടിപൊളി, നമുക്ക് പോകാം ട്ടോ. അവളുടെ കല്യാണത്തിന് നാനാത്വത്തിൽ ഏകത്വം എന്ന് ഇന്ത്യയെക്കുറിച്ച് അഭിമാനത്തോടെ പറയുമ്പോൾ സത്യത്തിൽ ആളുകൾക്കിടയിൽ ഇവിടെ യൂണിറ്റിയുള്ള ഒരേയൊരു കാര്യം ജാതിമത ഭ്രാന്തിലാണ്. അതിഥി ഒരു പുതിയ കണ്ടെത്തൽ എന്ന പോലെ പറഞ്ഞു. കേരളത്തിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ജാതിയും മതവുമൊക്കെ ഉണ്ടോ? സാക്ഷി സംശയത്തോട് ചോദിച്ചു. ജാതിയും മതവുമൊന്നും പറയാത്ത, അമ്പലത്തിൽ പോകാത്ത, പക്ഷെ സ്വന്തം മക്കളുടെ കല്യാണക്കാര്യം വരുമ്പോൾ മാത്രം അവർ നമ്മളുടെ കൂട്ടരാണോ എന്ന് ചോദിക്കുന്ന, ജാതകത്തിൽ 10ൽ 8 പൊരുത്തമില്ലെങ്കിൽ കല്യാണം വേണ്ടെന്ന് പറയുന്ന ചില കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കേരളത്തിലും ഉണ്ട്. അതിഥി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ എപ്പോഴാ എന്നെ കേരളത്തിൽ കൊണ്ടുപോകുന്നേ? ഞാൻ എന്തായാലും അധികകാലം ഇവിടെ കാണില്ല. പെട്ടിയുമെടുത്ത് പോകുമ്പോൾ നീയും കൂടെ പോരൂ. നീ പോകണ്ട, കുറേ കാലം കഴിഞ്ഞ് പോയാൽ മതി. നമുക്കിവിടെ അടിച്ചു പൊളിക്കാം. സാക്ഷിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ അതിഥിയെ നന്നായി ബോധിച്ചു. രാത്രി ഞാൻ വരാൻ വൈകുണ്ടോ. ആന്റിയുടെ അടുത്ത് പോയിട്ട് കുറച്ച് ദിവസമായി. ഓഫീസിലേക്ക് നടക്കുന്നതിനിടെ അതിഥി പറഞ്ഞു. ലിഫ്റ്റിനടുത്തേക്ക് നടക്കവേ റിസപ്ഷനിലുള്ള പെൺകുട്ടി റോസാപ്പൂവും ഡയറി മിൽക്കും കൊടുത്തപ്പോഴാണ് ഇന്ന് വാലന്റൈൻസ് ഡേ ആണെന്ന് അവൾക്ക് ഓർമ്മ വന്നത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കാറുണ്ടായിരുന്നു. കാര്യമായ പ്രണയങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ആ ദിവസം ഒരു പ്രതീക്ഷയാണ്. ഇനി നമ്മളറിയാതെ നമ്മെ സ്നേഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ആ ദിവസം റോസാപ്പൂവും ഗ്രീറ്റിംഗ് കാർഡും ഒക്കെയായി വന്ന് പ്രപ്പോസ് ചെയ്താലോ എന്നൊരു ദുരാഗ്രഹം. പക്ഷേ അവളുടെ വാലന്റൈൻസ് ദിനങ്ങൾ എപ്പോഴും കൂട്ടുകാരുടെ കൂടെ ഫാൻസികൾ കയറിയിറങ്ങി അവരുടെ പയ്യന്മാർക്ക് വേണ്ടി കീ ചെയിനും കാർഡും സെലക്ട് ചെയ്ത് അത് കൈമാറുമ്പോൾ ടീച്ചർ വരുന്നുണ്ടെങ്കിൽ സിഗ്നൽ നൽകാൻ കാവൽ നിന്ന് കടന്നുപോയി. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരു ഭാഗ്യം വേണം. എന്തുകൊണ്ടാണ് സ്കൂൾ കാലങ്ങളിൽ ആരും തന്നോട് വന്ന് പ്രണയം പറയാത്തതെന്ന് ആലോചിച്ച് ഇടയ്ക്കവൾ സങ്കടപ്പെട്ടിട്ടുണ്ട്. വെളുത്തു തുടുത്ത നീണ്ട മുടിയുള്ള ആണുങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒന്നും തനിക്കില്ലാതെ പോയതിൽ ഇടയ്ക്ക് അവൾക്ക് തന്നോട് തന്നെ വെറുപ്പ് തോന്നിയിട്ടുണ്ട്. പക്ഷേ കാലങ്ങൾക്കിപ്പുറം പല പ്രണയങ്ങളും കടന്നു വന്നപ്പോൾ പ്രണയമെന്നാൽ സന്തോഷം മാത്രമല്ലെന്ന തിരിച്ചറിവുണ്ടായി. ആദ്യനാളത്തെ അടക്കാനാവാത്ത സന്തോഷങ്ങൾക്ക് പകരമായി ചിലപ്പോൾ ജീവനും ജീവിതവും തന്നെ നഷ്ടമാക്കേണ്ടി വരുന്ന പ്രണയങ്ങളും ഒരുപാടുണ്ട്. ഓരോന്ന് ആലോചിച്ച് ഡെസ്കിലേക്ക് നടക്കവേ റെഡ് ഷർട്ടിട്ട് ചായ കുടിച്ചുകൊണ്ടിരുന്ന ആദിയെ കണ്ടതും അവൾക്ക് ചിരി വന്നു. എനിക്കിതൊന്നും കാണാൻ വയ്യ. ആരെ പ്രപ്പോസ് ചെയ്യാനാണാവോ ഒരുങ്ങിക്കെട്ടി വന്നേക്കുന്നേ?
അവന്റെ അപ്പുറത്തിരുന്ന ശക്തിയുടെ കസേരയ്ക്ക് പിറകിൽ കയ്യൂന്നി അവൾ ചോദിച്ചു. എന്റെ പൊന്നോ, ഒന്നും മിണ്ടാതിരിക്കോ. ഒരു കയ്യബദ്ധം പറ്റിയതാണ്. ഞാൻ അറിഞ്ഞില്ല ഇന്ന് വാലന്റൈൻസ് ഡേ ആണെന്ന്. ഇതിപ്പോ രാവിലെ തൊട്ട് എല്ലാവരും ഞാൻ ആരെയാണ് പ്രപ്പോസ് ചെയ്യുന്നതെന്ന് നോക്കി നടക്കാം. മച്ചി, എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ? റിസപ്ഷനിൽ നിന്ന് പൂവും കിട്ടി. നീ ചുമ്മാ ആർക്കേലും കൊടുത്തു നോക്ക്. ഇനി എങ്ങാനും ബിരിയാണി കിട്ടിയാലോ? ഇനി അവർ പൂ വാങ്ങി നേരെ മുഖത്തേക്കെറിഞ്ഞാൽ നീ അത് ദേ ഇവൾക്ക് കൊടുക്ക്, ഇവൾ വാങ്ങി വെച്ചോളും അല്ലേ? ശക്തി അതിഥിയെ നോക്കി ചിരിച്ചു. ആ പിന്നല്ല, നീ ധൈര്യമായി എനിക്ക് തന്നേടാ, ഞാൻ മേടിച്ചോളാം. അതിലും നല്ലത് ഞാൻ വല്ല ട്രെയിനിനും തലവെക്കുന്നതാ. ആദി ബാക്കിയുണ്ടായ ചായ കുടിച്ച് ID കാർഡ് എടുത്ത് ഡെസ്കിലേക്ക് നടന്നു. അഹങ്കാരത്തിന് കൈയും കാലും തലയും വെച്ചാൽ ഇവനെ പോലെ ഇരിക്കും. മച്ച, ഞാനെന്താ അത്ര മോശാണോ? സൗന്ദര്യം ഇല്ലേ, ബുദ്ധിയില്ലേ? ഇതിൽ കൂടുതൽ ഇവൻ എന്താണ് വേണ്ടത്? അവന്റെ പിറകെ ഡെസ്കിലേക്ക് നടന്ന ശക്തിയെ നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ഒരു കുറവുമില്ല മച്ച, എല്ലാം കൂടുതൽ ആണെന്ന ഒറ്റ കുഴപ്പമേ ഉള്ളൂ. ലഞ്ചുക്ക് പാക്കലാം. ശക്തി ചിരിച്ചുകൊണ്ട് കൈവീശി.